സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ണെങ്കിലും ദേ കുറുനേരി വരൂ കേട്ടോ. ഒന്നു ദേ അവിടേക്ക് നോക്ക്. ഹായ് കൊടുത്തേ. ടാറ്റാ. ഉമ്മ അമ്മയ്ക്ക് അമ്മന്ന് രണ്ടു ഉമ്മ തന്നെ. അപ്പൊ നമ്മൾ ഇന്ന് ഒട്ടും വൈകണ്ട ഹോം മെയ്ഡ് കാജൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കണോണ്ട് തന്നെ നമ്മൾ പുട്ടും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. വളരെ നാച്ചുറൽ ആൻഡ് റോ ആയിട്ടാട്ടോ ഇരിക്കണേ. അപ്പൊ വേറെ സംഭവങ്ങളൊന്നും വേണ്ട. ഇത് കത്തിക്കാൻ വേണ്ടിട്ട് ഒരു പാത്രം വേണം. പിന്നെ 2-3 ബദാം ഉണ്ടല്ലോ, ആൽമണ്ട്സ് വേണം. ഇതേ പിന്നെ കുറച്ച് നെയ്യ് വേണം. ഇത്രയൊക്കെ വേണ്ടു. പിന്നെ പാത്രം കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ചെറിയ പിള്ളേരൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഞാനും യൂസ് ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാന്ന് വെച്ചിട്ടോ. അപ്പൊ ഇതേ ചിരാത് പോലത്തെ എന്നല്ല, അതെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേ അതിലേക്ക് കുറച്ച് നെയ്യ് നമ്മള് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ നെയ്യിലേക്ക് ഈ ആൽമണ്ട്സ്, നല്ല ശുദ്ധമായ പശു നെയ്യ് കേട്ടോ. പശു നെയ്യ് അല്ലാണ്ട് അപ്പൊ അമ്മ നോളിട്ട് വിളിച്ചതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ടാണ്. പശു നെയ്യ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും നെയ്യൊക്കെ ഉണ്ടോ നമുക്ക് ചോദിക്കായിരുന്നു കേട്ടോ. അപ്പൊ അതെ നമുക്കറിയാത്ത കാര്യങ്ങളും ചോദിക്കണം, അല്ലാണ്ട് എല്ലാം അറിയുന്നു വേണ്ട ഭാഗത്തിൽ നിന്നിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പൊ അതെ കുറച്ച് ആൽമണ്ട്സ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതൊന്ന് കത്തിക്കാം. ഞാൻ ഇവിടെ ഒരു 4 ആൽമണ്ട്സ് ആയിട്ട് കൊടുത്താണേ നമ്മള് കത്തിച്ചു കൊടുക്കാട്ടെ ഇതില്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. ഞാനത് ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്യണം. നുണ പറയുന്നതല്ല, ഫസ്റ്റ് ടൈം ആയിട്ടോ ഞാൻ ട്രൈ ചെയ്യണേ. എന്തിനാണ് ഇപ്പൊ നുണ പറഞ്ഞിട്ട് കാര്യം? നമുക്ക് എങ്ങനെയാണ്, വർക്കിംഗ് ആണോ, യൂസ് ചെയ്തിട്ട് സൂപ്പർ ആണോ എന്നൊക്കെ പറയാട്ടോ. അപ്പൊ അത് കത്തിയില്ല. അപ്പൊ ഞാൻ അതിനെങ്ങനെ കത്തും ഫാൻ ഓൺ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ ഇതുണ്ടല്ലോ, ഇത് കത്താൻ ഭയങ്കര പാടാട്ടോ. ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്ന് തോന്നുന്നു. ഇനി നമുക്ക് കത്തിക്കാം. കെട്ട് പോയെന്നെ ദൈവമേ. നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ കത്തിയോളൂ കേട്ടോ. നമ്മളിങ്ങനെ ഇതിങ്ങനെ കത്തിക്കുക. ഞാൻ കാട്ടി തരുന്നില്ലല്ലോ അല്ലേ. ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കത്തിക്കാൻ ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഭാഗ്യമുള്ളത് കൊണ്ട് ആദ്യത്തെ ട്രയൽ തന്നെ ഭയങ്കരമായിട്ട് വർക്കായിട്ടോ. അല്ല ഞാൻ നമ്മുടെ ലൈറ്റർ ഉണ്ടല്ലോ അത് വെച്ച് ചെയ്താൽ, മറ്റേ തീപ്പെട്ടി വെച്ച് ചെയ്തപ്പോൾ കത്തുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതൊന്ന് കത്തി വരട്ടെ. നന്നായിട്ട് കത്തിയാലല്ലോ നമുക്ക് കരി കിട്ടുള്ളൂ. നന്നായി ഒന്ന് കത്തിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഗീവ് അപ്പ് ചെയ്തില്ല, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ നിന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇതിൽ കണ്ടോ ഇങ്ങനെ കത്തണുണ്ട്. ഇനി എന്താ പറയുക, വേറത്തെ ഒരു പരിവായിട്ടോ. എളുപ്പമല്ല ഈ സംഭവമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇതൊന്ന് കത്തി സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം കേട്ടോ. അതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 2 പാത്രം ഇങ്ങനെ വെക്കുക. അത് ഞാൻ കുറച്ച് നമുക്ക് എടുത്തുട്ടത്. എന്നിട്ട് ഇതിന് മേലെ ഒരു പാത്രം ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇതിലേക്കാണെങ്കിൽ കരി ആയിക്കോളൂ കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ എടുത്തു ഞാനത്. അപ്പോൾ ഇങ്ങനെ കരി ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഓഫ് ആക്കണമെന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഈ കത്തി തീരണ വരെ നമുക്കിങ്ങനെ മേലോട്ട് ഇതായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴേക്കും വയ്യാണ്ടായി. ഞാൻ പിന്നെ വേറൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ബദാം കത്തണില്ലെങ്കിൽ ഒരു നമ്മൾ വിളക്കിൽ കത്തിക്കണ തിരിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വിളക്കിൽ കത്തിക്കണ തിരിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു വെള്ള മുണ്ടുണ്ടല്ലോ, മുണ്ടിൻ്റെ അതെടുത്തിട്ട് വൃത്തിയായിട്ടുള്ളൊരു മുണ്ടിൻ്റെ അതെടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പിരിച്ചിട്ട് നെയ്യിൽ മുക്കിയിട്ട് ഇങ്ങനെ കത്തിച്ച് ഇതിൻ്റെ ഒപ്പം നിന്ന് കത്തിയുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് എനിക്കൊരു ഹാക്കായിട്ട് പറഞ്ഞ ഒരാളെ. അപ്പോൾ ഇനിയിപ്പോൾ ബ്ലഷൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറൽ ബ്ലഷൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി വേർത്തു.
അപ്പോൾ ഈ സംഭവം ആവട്ടെ. അപ്പോൾ ഞാനൊക്കെ ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. എളുപ്പമുള്ളതല്ല, എന്താ പറയുക, ആ കത്തിക്കാനുള്ളത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അത് ഇതാക്കിയിട്ട് നമുക്ക് പിന്നെ വരാം കേട്ടോ. അപ്പം ഞാനാണ് ഫസ്റ്റ് ടൈം നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് വീണ്ടും കത്തിച്ചു. നിങ്ങൾക്ക് ഇതുപോലെ മിസ്റ്റേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിത് കാട്ടിത്തരണേ. ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് ഹൈറ്റ് ഭയങ്കരമായിട്ട് ഡിഫറൻസ് പാടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം നോക്കിയേ, ഇത് വന്നിട്ടുണ്ട്. നമ്മൾക്ക് എനിക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ. ക്ഷീണിച്ചൊരു പരിവായിട്ട് ചെയ്ത് വന്നപ്പോഴേക്കും അപ്പോൾ വലിയ പണിയൊന്നുമില്ല കേട്ടോ. പക്ഷെ ചൂടൊക്കെ കാരണേ. അപ്പോൾ ഇത് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഇതുമൊക്കെ ഇങ്ങനെ തടവാട്ടോ. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഇപ്പോൾ കാട്ടിത്തരാവേ. കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇങ്ങനെ തടവി കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഹോം മെയ്ഡ് കൺമഷി കിട്ടിയിട്ടോ. കണ്ടോ, ബ്ലാക്ക് കളറായിട്ട്. ഇതൊരു പാത്രത്തേക്ക് ഞാൻ സ്പൂൺ എടുത്തിട്ടുണ്ട്. സ്പൂണുകൊണ്ട് ഇങ്ങനെ കോരി നമുക്കൊരു പാത്രത്തിലാക്കാം കേട്ടോ. കണ്ടമാനൊന്നുമില്ല, കുറച്ചാട്ടോ. കുറച്ചല്ല എടുത്തിട്ടുള്ളൂ. നമുക്ക് കണ്ടമാനം വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കുറേ എടുക്കാം കേട്ടോ. നമുക്കൊരു കുഞ്ഞ് കണ്ടെയ്നറിൽ എന്തെങ്കിലും ആക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ഒന്ന് എഴുതി നോക്കട്ടെ കേട്ടോ, കാട്ടിത്തരാവേ. ഇതിനെക്കാട്ടും മുന്നേ ഞാനിത് കയ്യിൽ നെയ്യൊക്കെ ഇത്തിരി ആയിട്ട് ഇത് ഒരു പാത്രത്തിൽ, ഇത്രയും വലിയ പാത്രമൊന്നും വേണ്ട കേട്ടോ. അത് കുറേ ഉണ്ടാക്കുമ്പോൾ മതി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുഞ്ഞൊരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞ പാത്രമൊന്നും കണ്ടില്ല. പിന്നെ എല്ലാവരും റൂമിലൊക്കെ ഉറങ്ങുകയാണെങ്കിൽ ശല്യം ചെയ്യണ്ടാവുക വിചാരിച്ചിട്ടോ. അപ്പോൾ അതേ നമുക്ക് ഇത്രയും കിട്ടി കേട്ടോ. ഞാൻ കൈയൊന്ന് കഴുകിയിട്ട്, കാരണം ഇവിടെ ഫുള്ള് കൈയുമ്പോൾ ഇവിടെയൊക്കെ നെയ്യായിട്ടിരിക്കണേ. ഒരു സ്പൂണിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്പൂണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്തോട്ടോ. അപ്പോൾ കൈയൊക്കെ വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി. കണ്ടോ, ഒന്ന് അപ്ലൈ ചെയ്തൊക്കെ എങ്ങനെ ഉണ്ടോ നോക്കാം. ചൂടൊന്നുമില്ല കേട്ടോ. എങ്ങനെ ഉണ്ടാവോ നോക്കാം കേട്ടോ. സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഭാഗത്തും കൂടി ഒന്നു. ഇത് ഉള്ളിക്ക് ഇത്തിരി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഇതായിട്ടുള്ളതൊന്ന് കളഞ്ഞു നോക്കിയതാട്ടോ. കണ്ണിൻ്റെ ഉള്ളിൽ പടർന്നത് ജസ്റ്റ് തുടച്ചിരുന്നതാ. സംഭവം വർക്കിംഗ് ആട്ടോ. എനിക്കപ്പോൾ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.